അപ്പോൾ അവിടെ ചെല്ലുമ്പം ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരു പോർട്ടലായിരിക്കും. അവിടെ നിങ്ങൾ കണ്ടോ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജ് 1 സെലക്ട് ചെയ്യണം. മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഉണ്ട്. നേരത്തെ കാറ്റഗറി 1 ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സേവ് മാത്രമേ ആയിട്ടുള്ളൂ, സബ്മിറ്റ് ആയിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും സബ്മിഷൻ്റെ തിരക്കിലൊക്കെയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. കാരണം നമ്മളുടെ ഒരു ചെറിയ തെറ്റ് കൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആവുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. എല്ലാ പ്രാവശ്യവും ഉദ്യോഗാർത്ഥികളിൽ നല്ലൊരു ശതമാനവും പാസ്സാവാതെ പോകാനുള്ള ഒരു കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ അതൊന്നും വരരുത്. നമുക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം. ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ ഫില്ല് ചെയ്യുക. ദയവേത് അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നിന്ന് വെരിഫൈ ചെയ്യണം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ആണോ കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യണം. എവിടെ പോയാലും ആരെ ഏൽപ്പിച്ചാലും നിങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ അത് നടക്കണം. ഏൽപ്പിച്ച് വിടരുത് കേട്ടോ. അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് കേറ്ററ്റ് 2024 ആപ്ലിക്കേഷൻ എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരു പോർട്ടലായിരിക്കും. അവിടെ നിങ്ങൾ കണ്ടോ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കേറ്ററ്റ് ഏപ്രിൽ 2024 രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു പേജ് വരും. അതിന് മുൻപായിട്ട് ഡേറ്റ്സ് ജസ്റ്റ് നോക്കിയേക്കുക. 22-ാം തീയതിയാണ് നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്നത്. 22-ാം തീയതി കേറ്ററ്റ് കാറ്റഗറി 1ഉം 2ഉം, 23-ാം തീയതി നമ്മളുടെ കേറ്ററ്റ് കാറ്റഗറി 3ഉം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26-ാം തീയതി, ഏപ്രിൽ 26 വരെ ഉള്ളൂ കേട്ടോ. ഇനി 8 ദിവസമേ ഉള്ളൂ. ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഇനി 8 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ. ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും സൈറ്റിൽ എന്തെങ്കിലും ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു ന്യൂ രജിസ്ട്രേഷൻ കണ്ടോ. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പം ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരും. ഐ ഹാവ് റെഡ് ദി നോട്ടിഫിക്കേഷൻ തറലി. ഐ ഹാവ് റെഡ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ. സോഫ്റ്റ് കോപ്പി ഓഫ് ദി ഫോട്ടോഗ്രാഫ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതായത് നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഇതിൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ 150x200 പിക്സൽ അല്ലെങ്കിൽ 20 KB to 30 KB സൈസുള്ള ഫോട്ടോയിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ആക്കുകയെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ പോയിട്ട് അവരോട് പറഞ്ഞാൽ അവരത് ആ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും കേട്ടോ. എന്നിട്ട് ഈ 3 ബോക്സസ് കണ്ടോ, ഇത് ടിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് രജിസ്ട്രേഷനിലോട്ട് പോവുക. ഇങ്ങനെ ഒരു പേജിലേക്ക് നിങ്ങൾ ആദ്യം വരും. വെദർ എംപ്ലോയിഡ് ആസ് എ ടീച്ചർ, അങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ യെസ്സും നോയും ഓപ്ഷനാണ്. ഒരു നല്ല ശതമാനം കുട്ടികളും നോ ആയിരിക്കും ടീച്ചറായിട്ട്. അതായത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ അവിടെ എംപ്ലോയിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രൈവറ്റ് സ്കൂളുകളിൽ എംപ്ലോയിഡ് ആണോ എന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബബ്ലി നോ ആയിരിക്കും കൊടുക്കുന്നത്. അതല്ല, നിങ്ങളിൽ ആരെങ്കിലും അധ്യാപകർ ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എങ്കിൽ യെസ് കൊടുക്കുക. സ്കൂൾ ടൈപ്പ് ഓപ്റ്റ് ചെയ്യുക. ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ അത് ഓപ്റ്റ് ചെയ്യുക. അതോടൊപ്പം പെൻ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുക്കുക. ഏത് സ്കൂളാണ് എന്നുള്ള പേരും കൊടുക്കുക. അധ്യാപകരാണ് എങ്കിൽ, ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരാണെങ്കിൽ മാത്രം നിങ്ങൾ യെസ് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾ നോ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വരില്ല. നേരെ നിങ്ങൾ നോ കൊടുക്കുക. ഏതൊക്കെ കാറ്റഗറീസ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് എന്ന് നോക്കുക. അപ്പോൾ കാറ്റഗറി 1, 2, 3, 4 ഉണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര കാറ്റഗറിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഒറ്റ ആപ്ലിക്കേഷനിലൂടെ. അല്ലാണ്ട് കാറ്റഗറി 1 അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 2 അപ്ലൈ ചെയ്യാം എന്ന് വിചാരിക്കരുത്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഒരുമിച്ച് തന്നെ എത്ര കാറ്റഗറിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരുമിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1, 2, 3 എടുക്കുവാണെന്ന് വിചാരിച്ചോളൂ. 1, 2, 3 ഇങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കേ, കാറ്റഗറി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി എൻ്റർടൈൻ ഫോർ ഈച്ച് കാറ്റഗറി എക്സാം ഫ്രം ആൻ ആപ്ലിക്കൻ്റ്. ഒരു ആപ്ലിക്കൻറ്റിൽ നിന്നും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് വാങ്ങിക്കില്ല. ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ എല്ലാം പോകണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ കാറ്റഗറി 1, 2, 3 സെലക്ട് ചെയ്തുകൊണ്ട് ഇത് 3ഉമാണ് എനിക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിങ്ങളുടെ നോക്കിക്കേ ആദ്യം കിടക്കുന്ന ലാംഗ്വേജ് 1 ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാംഗ്വേജ് 1 ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളം, തമിഴ്, കന്നഡയുണ്ട്. പ്രോബബ്ലി നമ്മൾ അവിടെ മലയാളമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ലാംഗ്വേജ് 2ഓ എന്താ വരിക,
പിന്നെ നമുക്ക് മലയാളം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഇംഗ്ലീഷോ അറബിക്കോ, പ്രോബബ്ലി ഇംഗ്ലീഷ് ആയിരിക്കും. അതായത് ലാംഗ്വേജ് 1 എന്ന് പറയുന്ന മലയാളവും ലാംഗ്വേജ് 2 എന്ന് പറയുന്ന ഇംഗ്ലീഷുമാണ്. കാറ്റഗറി 1 സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, ഇത് ഈസി ആയിട്ട് പോകും. അതിനുശേഷം മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പോൾ നമ്മൾ കാറ്റഗറി 1 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ആൻഡ് ഡിപ്ലോമ ആണുള്ളെങ്കിൽ, TTC ആണുള്ളെങ്കിൽ, ഏതാണോ നിങ്ങളുടെ കാറ്റഗറി അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി എൻ്റർ ആയി വന്നിട്ടുണ്ട്. +2ൻ്റെയും TTC BEd, അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്ത് വച്ചിട്ടായിരിക്കണം നിങ്ങൾ ഇതിന് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അത് എൻ്റർ ചെയ്യുക. യൂണിവേഴ്സിറ്റി ഏതാണ് അല്ലെങ്കിൽ ബോർഡ് ഏതാണ്, ഇപ്പോൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ അത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചതെന്ന് വെച്ചാൽ അത്, ഇയർ ഓഫ് പാസിംഗ് സെലക്ട് ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് മാർക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ CGPA ഒക്കെ ഉള്ളവരുണ്ടാവും, അവരോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കാറ്റഗറി 1 വളരെ ഈസി ആയിട്ട് കഴിയും. കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ ലാംഗ്വേജ് 1 സെലക്ട് ചെയ്തില്ലേ? ലാംഗ്വേജ് 1 സെലക്ട് ചെയ്യണം. മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഉണ്ട്. നേരത്തെ കാറ്റഗറി 1 ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മലയാളം ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. മലയാളം ചൂസ് ചെയ്യുവാണെങ്കിൽ രണ്ടാമത് മലയാളം നിങ്ങൾ എടുത്താൽ അവിടെ ഇങ്ങനെ കാണിക്കും, യു കാൺ ചൂസ് സെയിം ലാംഗ്വേജ് ഫോർ ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2. ഒരേ ലാംഗ്വേജ് നിങ്ങൾക്ക് 1നും 2നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ലാംഗ്വേജ് 2 ആയിട്ട് ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യണം. അതല്ല, ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സിലബസ് ഒക്കെ സെയിം ആണ്. ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് ആണെങ്കിലും 2 ഇംഗ്ലീഷ് ആണെങ്കിലും തിരിച്ച് മലയാളം ആണെങ്കിലും ഒക്കെ സെയിം ആണ്. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ OMR നിങ്ങൾ ഇവിടെ എങ്ങനെയാണോ ഈ ഒരു സബ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് എഴുതുന്നത്. അതായത് നിങ്ങളുടെ കാറ്റഗറി 2 2 പാർട്ടിലും ഇംഗ്ലീഷും മലയാളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് 1 ഇംഗ്ലീഷാണ് ഇവിടെ സബ്മിഷനിൽ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ ലാംഗ്വേജ് 1 ആയിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കണം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ചൂസ് ചെയ്യുക. അവിടുത്തെ മിനിമം ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഗ്രാജുവേഷൻ +TTC ആയിരിക്കും, ചിലർക്ക് BEd ആയിരിക്കും. എന്താണോ നിങ്ങളുടെ എന്താ പറയുക ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രാജുവേഷൻ +TTC ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് കൊടുക്കാം. കറസ്പോണ്ടിങ് ആയിട്ട് ആ സാധനം ഇവിടെ എൻറ്റേർഡ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി ബോർഡ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പഠിച്ചത് എന്ന് കൊടുക്കുക. അപ്പോൾ കാറ്റഗറി 1, 2, 3 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനകത്ത് 1ഉം 2ഉം കഴിഞ്ഞു, 3 ആണ് അടുത്തത്. 3 സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ 2 ബോക്സ് നോക്കിക്കേ, ലാംഗ്വേജ് 1ഉം കിടപ്പുണ്ട്, ഓപ്ഷണൽ സബ്ജക്റ്റും കിടപ്പുണ്ട്. കണ്ടോ? ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണോ ചൂസ് ചെയ്യുന്നത് അതാണ് അവിടെ വേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഫിസിക്കൽ സയൻസ് ആണ് എടുത്തതെന്ന് വിചാരിക്കും. യു ആർ സെലക്ടഡ് സബ്ജക്ട് ഫോർ HSA ഫിസിക്കൽ സയൻസ്. അപ്പോൾ അത് ഓക്കെ ആക്കുക, അത് കൺഫേം ചെയ്യുക. അപ്പോൾ അതായത് നമ്മളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. അതിന് മുൻപത്തെ ഡ്രോപ്പ് ഡൗൺ നോക്കിക്കേ, അവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് 1, അതായത് കേറ്റഡ് കാറ്റഗറി 3കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാംഗ്വേജ് പഠിച്ചാൽ മതി, ഐദർ ഇംഗ്ലീഷ് ഓർ മലയാളം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ തമിഴ് കന്നഡ ബോർഡർ ഉള്ളവർ, അതല്ല ഞാൻ പറയുന്നത്, ജനറലി നമുക്ക് ഒരു ലാംഗ്വേജ് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം. ഇവിടെ ഡൗട്ട് വരുന്ന ആൾക്കാർ ആരാന്നറിയാമോ? K3 ഇംഗ്ലീഷുകാരാണ്. അതായത് അവരിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. ഓക്കെ, പിന്നെയും ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണോ എന്നായിരിക്കും ചോദ്യം. സി അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങളുടെ ഓപ്ഷണൽ ലാംഗ്വേജ്, നിങ്ങൾ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ചൂസ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെ കൊടുക്കുക. രണ്ടിടത്തും ഇംഗ്ലീഷ് വന്നു എന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. രണ്ടിടത്തും മലയാളംകാർക്കും ഇതേ പ്രശ്നം തന്നെ വരാം. രണ്ടിടത്തും മലയാളം വന്നു എന്ന് വെച്ചും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഈ ചൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് തന്നെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിവ്യൂവിൽ കാണുമല്ലോ, അത് തന്നെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ലാംഗ്വേജ് വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ഇവിടെ കിടക്കുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് കാണുമ്പോഴാണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവുന്നത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, ആ ലാംഗ്വേജ് ആണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഗ്രാജുവേഷൻ ആൻഡ് BEd ആണെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇത്രയും ആകുമ്പോൾ നമ്മുടെ കേറ്റഡ് കാറ്റഗറി 1, 2, 3 കഴിഞ്ഞു. 4ഉം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ താഴെ എന്ത് വരും? ഒരു ഡ്രോപ്പ് ഡൗണും കൂടി വരും. അതാ, വേറെ വ്യത്യാസമൊന്നുമില്ല. കേറ്റഡ് കാറ്റഗറി 4ന് ഇതേപോലെ തന്നെ അവിടെയും നിങ്ങളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം.
പിന്നെ ഏതാണ് നിങ്ങൾ അറബിക്കാണോ, ഹിന്ദിയാണോ, ഡ്രോയിങ് ആണോ, മ്യൂസിക് ആണോ, ഏതാണോ നിങ്ങളുടെ K3 പോലെ തന്നെ അവിടെയും നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം എന്ത് വരും, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്യണം. ബേസിക് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം എന്താണ്, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യണം. ഓക്കെ, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എക്സാം എഴുതുന്നത് ആലുവ ആണെന്ന് വിചാരിക്കൂ, ആലുവയിലായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന, വെരിഫിക്കേഷനും അവിടെ തന്നെ ആയിരിക്കും, അത് നമ്മൾ മറക്കരുത്. എവിടെയാണോ നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ ചൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞ് വെരിഫിക്കേഷൻ വരുമ്പം അതേ ജില്ലയിൽ തന്നെ ആയിരിക്കും വരേണ്ടി വരുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്താൽ മാത്രം മതി. ഇനി വീണ്ടും നിങ്ങളുടെ പേര് ചൂസ് ചെയ്യുക. നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്താണെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ സൂക്ഷിച്ച് എൻ്റർ ചെയ്യുക കേട്ടോ. കൃത്യമായിട്ടുള്ള വർഷമൊക്കെ എടുത്ത് പുറകോട്ട് നല്ലോണം പോണ്ടി വരും, അതൊക്കെ പോവുക, എന്നിട്ട് ചൂസ് ചെയ്യുക. ഇനി റിലീജിയൻ ചൂസ് ചെയ്യുക. കാറ്റഗറി ഏതാണ്, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ കാറ്റഗറി ഇത് ചൂസ് ചെയ്യണം. ഇനി ഫിസിക്കൽ സ്റ്റാറ്റസ്, ഫിസിക്കലി ഡിസേബിൾഡ് ആണോ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുക. അതിനുശേഷം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫോൺ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എക്സാമിനേഷൻ ഫീ അത് ഓട്ടോമാറ്റിക്കലി അവിടെ എൻറ്റേർഡ് ആയിട്ട് വരും, കാരണം നിങ്ങൾ ഏതൊക്കെ കാറ്റഗറീസ് ചൂസ് ചെയ്തിട്ടുള്ളതനുസരിച്ച് അവിടെ അത് വരും. ഇനി ID പ്രൂഫ്, നമ്മൾ എക്സാമിന് പോകുമ്പോൾ ID പ്രൂഫ് കൊണ്ടുപോകണം. ഇവിടെ നിങ്ങൾക്ക് ഒരു ID പ്രൂഫ് ചൂസ് ചെയ്യാം. ഏതാണെങ്കിൽ ഒരു ID പ്രൂഫ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആധാർ കാർഡ് ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. എക്സാമിന് പോകുമ്പം അത് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, ഇനി നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, SSLC ആണോ എന്താണെന്നുള്ളത് ചൂസ് ചെയ്യുക. വൊക്കേഷണൽ എന്താണോ, നിങ്ങൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എന്താണോ, നിങ്ങളുടെ CBSE ആണോ ICSE ആണോ SSLC ആണോ വാട്ട് എവർ അത് ചൂസ് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് അപ്പിയറൻസ് രജിസ്റ്റർ നമ്പർ, SSLC ബുക്ക് കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പരിപാടിക്ക് ഇരിക്കാനായിട്ട്. അതിൻ്റെ രജിസ്റ്റർ നമ്പർ വേണം. ഏത് വർഷമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത്, ആദ്യത്തെ വർഷം ഫസ്റ്റ് അപ്പിയർഡ് ഇയർ ആണ്, അപ്പോൾ പാസ്സായോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് അപ്പിയറൻസ് ഇയർ ആണ് അവിടെ ചോദിക്കുന്നത്. അതുപോലെ ഫസ്റ്റ് അപ്പിയറൻസ് രജിസ്റ്റർ നമ്പറും തന്നെയാണ് അവിടെ കൊടുക്കേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള സ്പെസിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകിൽ 150x200 പിക്സൽ ആയിരിക്കണം, അല്ല 20 to 30 KB സൈസിനുള്ളിലായിരിക്കണം. അത് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് അത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന ഡെസ്ക്ടോപ്പിലോ എവിടെയാണെന്നുള്ളത് സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഇതിങ്ങനെ ചൂസ് ചെയ്താൽ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചൂസ് ചെയ്താൽ എവിടെ നിന്നാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് ആ ഫയൽ ചൂസ് ചെയ്ത് ആ ഫോട്ടോ ഇവിടെ ഇടുക. ഫോട്ടോ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫൈനലി സേവ് ചെയ്യുക. ഓക്കെ, ഇത് സേവ് മാത്രമേ ആയുള്ളൂ, മനസ്സിലായോ? ഞാൻ രജിസ്റ്റർ നമ്പർ ഞാനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ആ സേവിങ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ സേവ് മാത്രമേ ആയിട്ടുള്ളൂ, സബ്മിറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇനി അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പോകുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ടാണ്. പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. UPI പോസിബിളാണ്, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്സ് എല്ലാം പോസിബിളാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, പേയ്മെൻ്റ് എല്ലാം പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫൈനൽ സബ്മിഷൻ പ്രോസസ്സിൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ നോക്കാൻ പറ്റും. അത് ദയവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. കാരണം ഇത് വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കിട്ടണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് എഡിറ്റ് ഓപ്ഷൻ വന്നു. അപേക്ഷകളിൽ എന്തെങ്കിലും തിരുത്ത് വരുത്തണമെങ്കിൽ വരുത്താം. പക്ഷേ എല്ലാ പ്രാവശ്യവും അത് വരാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അത് വരും എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതായത് നിങ്ങൾക്കിവിടെ എന്താ പറയുക, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറോ ID നമ്പറോ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളിത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ആ നമ്പേഴ്സ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ആ നമ്പേഴ്സ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും റെഫറൻസിന് ഉപയോഗിക്കാൻ പറ്റും. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ IDയും ആ തന്നിരിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് സ്നിപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ ഒരു ഫോട്ടോ, ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുക. ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പ്രിവ്യൂ ഒക്കെ നോക്കുക. ഫോട്ടോ, റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യുക. ഇവിടെ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ള ഒരേ കാര്യം തന്നെയാണ്, ആരെയും ഏൽപ്പിക്കരുത്. എല്ലാ പ്രാവശ്യവും മറ്റൊരു പരീക്ഷയ്ക്കും ഇല്ലാത്തൊരു പ്രതിഭാസമാണ് കേറ്ററ്റ് പരീക്ഷകളിൽ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റാരെയും ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽനോട്ടത്തിൽ ചെയ്തോളുക. ഇപ്പോൾ ചിലർക്ക് സിസ്റ്റം അത്ര കംഫർട്ടബിൾ ആവില്ല.
സമ്മതിക്കുന്നു. അപ്പം നിങ്ങളുടെ മേൽനോട്ടത്തിൽ അവർ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണോ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ആരെയും ഏൽപ്പിക്കരുത്. പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണം? SSLC മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മാർക്ക് ലിസ്റ്റുകളും നിങ്ങളുടെ കയ്യിൽ വേണം. ഫോട്ടോ ഈ പറഞ്ഞ സൈസിലും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൂക്ഷിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെയും കോൺടാക്ട് ചെയ്യാം. അതുപോലെ ചോദിക്കാനുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ KTETൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രോസ്പെക്ടസ് ഉണ്ട്, അത് വായിച്ച് നോക്കുക. നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്, നോട്ടിഫിക്കേഷന് താഴെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം വായിച്ച് നോക്കുക. ഓക്കെ, KTETന് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ പഠിക്കാൻ വേണ്ടേ? അപ്പോൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചാലാണ് നമുക്ക് ഇപ്രാവശ്യം ഒന്ന് കടക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സ്ട്രാറ്റജീസും ടിപ്സും ഷെയർ ചെയ്യാനായിട്ട് ഈ വരുന്ന 19-ാം തീയതി നമ്മളൊരു വെബിനാറുമായിട്ട് വരുന്നുണ്ട്. ഒരു ഫ്രീ ക്ലാസ് ആണ്. അപ്പോൾ ഈ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എങ്ങനെ പഠിക്കണമെന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ KTET എന്ന് പറയുന്ന പരീക്ഷ നമുക്കറിയാം, ഇപ്പോൾ വർഷത്തിൽ കൃത്യമായി 2 പ്രാവശ്യം മാത്രം നടക്കുന്നൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല മാർക്കിൽ പാസ്സാവുക എന്നുള്ളത് തന്നെ ലക്ഷ്യമിടാം. എന്നാലേ നമുക്ക് ആ ഒരു ക്വാളിഫയിങ് എഡ്ജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷയാണ്. നിങ്ങൾക്ക് അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് വെക്കേഷനാണ്, പിള്ളേരെല്ലാം വീട്ടിലുണ്ട് അല്ലേ, അതിൻ്റെ ടെൻഷനിലായിരിക്കാം. വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം മാറ്റി വെച്ച് ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇതിനോടൊപ്പം തന്നെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഒരുപാട് അവസരം കേട്ടിട്ടില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനിയും അങ്ങനെ സംഭവിക്കരുത്. ഇപ്രാവശ്യം എത്രയും പെട്ടെന്ന് KTET എടുക്കുക. പ്രത്യേകിച്ച് HSA വിളിക്കാൻ പോകുന്നൊരു സാഹചര്യമാണ്. ഈ KTET കാറ്റഗറി 3 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോംപ്രമൈസ് നിങ്ങൾ അവിടെ എടുക്കരുത്. നേടിയെടുത്തേ പറ്റുള്ളൂ. ആ വാശിയോട് കൂടി തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് KTET കാറ്റഗറി 1, 2, 3ക്ക് പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഒരു പ്രാവശ്യത്തിലധികം പരാജയപ്പെട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് നമുക്കിത് പാസ്സാവുക. ഇതിങ്ങനെ അനർഘനിർഗളമായിട്ട് എഴുതിക്കൊണ്ടിരിക്കേണ്ട ഒരു പരീക്ഷയല്ല. എത്രയും പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു കടമ്പ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങളിലേക്ക് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഇതിനെ കാണുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സിലബസ് അനുസരിച്ച് പഠിക്കുക. ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ എടുത്ത് ഒരു ബേസ് ഇല്ലാതെ, ഒരു അന്തവും കുന്തവും ഇല്ലാതെ പഠിക്കേണ്ട ഒരു എക്സാം അല്ല. വളരെ ക്രിസ്പി ആയിട്ട് ഇനിയുള്ള 60 ദിവസം കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് നേടാൻ പറ്റുന്നൊരു പരീക്ഷയാണ്. ഒരു പ്രാവശ്യത്തെ എഫേർട്ട് ഇടുന്നതിന് പകരം ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലേക്ക് പോകരുത്. അതൊരു അബദ്ധമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒറ്റ പ്രാവശ്യം നന്നായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ക്രാഷ് ബാച്ചാണ്. 60 days ക്രാഷ് പ്രോഗ്രാമാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ KTET എന്ന വാക്കിന് ആദ്യം തരുന്ന പ്രിഫറൻസ് കോമ്പറ്റേറ്റീവ് ട്രാക്കർ തന്നെയാണ്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടുകളാണ്. ഏറ്റവും അധികം റിസൾട്ട് അതൊക്കെ അധ്യാപകരുടെ ഏത് പരീക്ഷയിലും, KTET ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകളിലും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇന്ന് കേരളത്തിൽ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കോമ്പറ്റേറ്റീവ് ട്രാക്കർ. സോ കോമ്പറ്റേറ്റീവ് ട്രാക്കറിൻ്റെ പുതിയ ബാച്ചിനെ കുറിച്ച് അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്രാവശ്യത്തെ KTET നിങ്ങൾക്കുള്ളതാണ്. മാറ്റി വെക്കരുത്. കുറച്ച് എഫേർട്ട് കുറച്ച് ദിവസം നമ്മളിട്ടാൽ നമ്മുടെ കയ്യിലിരിക്കും KTET. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.